ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 27ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ 3 ഹങ്കർ ബാർ കുറഞ്ഞല്ല. എവിടെ നമ്മളെ ഫുഡ്? നല്ലൊരു ഫാർം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഫുഡില്ലെങ്കിൽ മോശം. നേരെ വന്ന് ഈ സ്വിച്ച് ഒന്ന് അമർത്തുക, നമുക്ക് വേണ്ട ഫുഡ് ഇനി പെട്ടിയിലുണ്ടാവും. അവിടെ നിന്ന് നേരെ എടുക്കുക. ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടി ആവശ്യത്തിനുള്ളത്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഫുഡ് എടുക്കുക, എന്നിട്ട് നമുക്ക് കഴിക്കാം. നമ്മളെ ഹങ്കർ ബാർ തിരിച്ച് കിട്ടി. അപ്പോൾ സമാധാനമായി. ഇനി നമുക്കിതിൽ വന്നിരിക്കുന്ന ബാക്കി ഫുഡ് കൂടി നമുക്ക് കയ്യിലിടുക. അതങ്ങനെ 41 കിട്ടിയിട്ടുണ്ട്. അത് മതി നമുക്ക് തൽക്കാലത്തിന്. നമുക്കിതിൽ ബേബീസൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കണം. എന്നാലാണ് നമുക്ക് ഇനിയും ഫുഡ് കിട്ടുള്ളൂ. നേരെ മേലേക്ക് കയറിയതിൻ്റെ ശേഷം പെട്ടി തുറന്ന് അതിന് ആവശ്യത്തിനുള്ള വീറ്റ് എടുക്കുക. ഇനി നമുക്ക് ഇവന്മാരെ ഇവിടെ നിന്നിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക. അതങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള ബേബീസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇവന്മാർ വലുതായി നമുക്ക് ഫുഡ് കിട്ടിക്കോളും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവന്മാരെ വെച്ചിട്ട് നമുക്കൊരു ഫാർമർ റെഡിയാക്കി എടുക്കണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടതാണ്. അങ്ങനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇത്രയും തോന ആക്കിയെടുത്ത് ഏകദേശം നമുക്ക് ഈ ഭാഗത്തിനായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇവിടെ കുറച്ചുകൂടി ഏരിയ ഉണ്ട്, നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയൊക്കെ തന്നെ റെഡി ആക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് കുറച്ച് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് ആവശ്യത്തിനുള്ളത്? ഈ ജംഗിൾ സാപ്ലിംഗ് ഉണ്ട്, പിന്നെ കുറച്ച് ഡൈ ആണുള്ളത്. സാപ്ലിംഗ് എന്തായാലും നമുക്ക് വാങ്ങി വെക്കാം, എന്തായാലും ആവശ്യം വരും. ഇപ്പോൾ എമറാൾഡ് എടുക്കട്ടെ. നമ്മളെ ഈ പെട്ടിയിൽ തന്നെ ഉണ്ട് എമറാൾഡ് ആവശ്യത്തിനുള്ളത്. എന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങി വെക്കാം. ആ ജംഗിൾ സാപ്ലിംഗ് ഒന്ന് തന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ഡൈ ഒക്കെ വാങ്ങി വെക്കാം. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ആവശ്യത്തിന് നേരെയുള്ള പൈസ ഉണ്ട്, അപ്പം നമുക്ക് എന്തായാലും വാങ്ങി വെക്കാം. ബ്ലാക്ക് ഡൈനും കൂടി വാങ്ങി വെക്കാം. ഇനി സാപ്ലിംഗ് നമുക്കൊരു 4 വാങ്ങി വെക്കാം. അതന്നെ 4 വാങ്ങിയിട്ടുണ്ട്. ഇവൻ പോയാ? എടാ ഇങ്ങനെ പേടിക്കല്ലടാ, ഞാനൊക്കെ ഇവിടെ നിൽക്കണില്ലേ, പിന്നെ എന്തിനാ രാത്രി അയച്ചിട്ട് പേടിക്കണേ? നമുക്ക് വേഗം പോയി ഉറങ്ങാം, എന്തായാലും രാത്രി അയക്കണേ, സോംബീസൊക്കെ ഇറങ്ങും. നമുക്കിനി ടൈം വേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് ഇവിടെ വെക്കാം. 2 ഡബിൾ ചെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഐറ്റംസ് കളക്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് ഐറ്റംസ് കളക്ട് ചെയ്യട്ടെ. ഫസ്റ്റ് ടൈം ആയിട്ട് നമുക്ക് ക്രൂസ് ഫുഡിൻ്റെ ആവശ്യമുണ്ട്, അങ്ങനെ കളക്ട് ചെയ്യണേ. അത് നമുക്ക് കുറച്ചധികം ആവശ്യമുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ലോഗൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. പക്ഷേ നമ്മളെ ആക്സിൻ്റെ ഡ്യൂറബിലിറ്റി നല്ല കുറവാണ്. ഏകദേശം എത്രയുള്ളത് 139 ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അയൺ ഫാമൊക്കെ ഒന്ന് പോകേണ്ടി വരും. ഇവിടുന്ന് നമുക്ക് കുറച്ചധികം അയൺ എടുക്കുക. ഇനി നമുക്ക് കിട്ടിയ അയണൊക്കെ ഈ മണ്ടന്മാർക്ക് കൊടുന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ ആക്സ് മെൻഡാവും ചെയ്യും, നമുക്ക് പൈസയും കിട്ടും. പിന്നെ അയൺ നമുക്ക് ആവശ്യത്തിന് ഏറെ ഉണ്ട് നമ്മളെ കയ്യിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ ആക്സിൽ എഫിഷ്യൻസി 2 ആണുള്ളത്. നമുക്ക് എഫിഷ്യൻസി 5ഉം അതുപോലെ തന്നെ അൺബ്രേക്കിങ്ങും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മെൻഡിങ് നമ്മളെ ആക്സിലുണ്ട്, അതുകൊണ്ട് മെൻഡിങ് ഇടണ്ട. നമ്മളതിനെ സോംബി സ്പോണർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഹാൻഡ് വീൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇനി ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് എഫിഷ്യൻസി 5 ആഡ് ചെയ്യാം. ഇനി നമുക്ക് അൺബ്രേക്കിംഗ് കൂടി അതന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നാണ്ട് തന്നെ നമ്മളെ ആക്സ് ഒന്ന് മെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കുറച്ച് കുറവാണ്. നമുക്ക് ഇനി ഇവന്മാരും കൂടി തീർത്താൽ മതിയാവും. ഏകദേശം നമ്മളിത് മെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് മെൻഡായി കിട്ടി. നമ്മൾ കൂടുന്ന സ്ക്രൂസ് വുഡൊക്കെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കുക. നമ്മളെ ആക്സ് എഫിഷ്യൻസി 5 ആക്കിയോണ്ട് പറഞ്ഞു തീരുന്ന ടൈം കൊണ്ട് തന്നെ ഇത് എല്ലാം തീരും. അതുകൊണ്ട് ഐറ്റംസൊക്കെ ഇനി പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട ഗ്രാസ് ബ്ലോക്കാണ്, 2 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡീസ്ലൈറ്റ് ബ്രിക്ക് വേണം, അപ്പോൾ കുറച്ച് കളക്ട് ചെയ്യട്ടെ. ഇനി നമുക്ക് കുറച്ച് ഫെൻസ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയറിൻ്റെ ആവശ്യമുണ്ട്, കുറച്ചല്ല കുറച്ചധികം വേണം. ഇനി നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്ക്രൂ സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് 4 സ്റ്റാക്ക് ക്ലോബ് സ്റ്റോൺ കളക്ട് ചെയ്യാം. ഇനി കുറച്ച് ഓക്ക് ലീവ്സ് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ കളക്ട് ചെയ്യാം. ഇനി സ്ട്രിപ്പ്ഡ് ഓക്ക് ലോഗ് ആവശ്യമുണ്ട്. ഇനി കുറച്ച് ഫെൻസ് നമുക്ക് കളക്ട് ചെയ്യാം. ഇനി കുറച്ച് ഡീസ്ലൈറ്റ് സ്ലാബ് കളക്ട് ചെയ്യാം. ഇനി കുറച്ച് സ്റ്റോൺ ബ്രിക്ക് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് 48 ചെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഇതിന് കുറച്ച് വുഡ് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓക്ക് ലോഗ് വേണം. ഇനി കുറച്ച് ഓക്ക് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. കളക്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓപ്പർ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ലാഡർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്യാൻ ഫയർ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡിസ്പെൻസർ ക്രാഫ്റ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-16 ആവശ്യമുണ്ട്. ഇനി ലൈറ്റിങ്ങിനൊക്കെ ആവശ്യത്തിന് കുറച്ച് ഗ്ലോ സ്റ്റോൺ നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒബ്സർവർ വേണം. 16 റെയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. 16 മൈൻകാട്ട് വിത്ത് ഹോപ്പർ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. കുറച്ച് സ്റ്റോൺ ബട്ടൺ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. കുറച്ച് ടോർച്ച്, കുറച്ച് സൈൻ ബോർഡ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലാൻഡ് ടൈം വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയിൻ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് സ്റ്റോണിൻ്റെ സ്റ്റെയർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് ആവശ്യമുള്ളത്.
അപ്പോൾ നമ്മളെ ബിൽഡ് വരുന്ന ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാർമിൻ്റെ ഏരിയ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളിതുപോലെ 2 ചെസ്റ്റ് വെക്കണം ആദ്യം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് വന്നതിൻ്റെ ശേഷം നമ്മൾ ഹോപ്പർ വെക്കണം. ഇതുപോലെ ഹോപ്പർ വെക്കുക. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെയിൽ വെക്കണം. ഇതുപോലെ റെയിൽ വെക്കണം. ഇനി മൈൻകാട്ട് വിത്ത് ഹോപ്പർ ഇതിൻ്റെ മേലെ വെക്കുക. പിന്നെ നമുക്ക് ലോഗ് ഇതിൻ്റെ 2 സൈഡിലായിട്ടും ഇങ്ങനെ വെക്കണം. ഇത് സൈഡിലേക്ക് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് 2 ബ്ലോക്ക് ആയിട്ടിൽ. ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മൾ ഗ്രാസ് ബ്ലോക്ക് വെക്കണം. ഇനി നമ്മൾ ബാക്കിലേക്ക് വന്നതിന് ശേഷം നടുക്കത്തെ ബ്ലോക്കിൽ നമ്മൾ ഒബ്സർവർ വെക്കണം. അതിൻ്റെ ബാക്കിൽ നമുക്കൊരു ബ്ലോക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേൽക്ക് കയറണം. മേൽക്ക് കയറിയതിൻ്റെ ശേഷം നമ്മൾ ഒരു ബ്ലോക്ക് വെച്ച ഭാഗത്ത് നമുക്ക് ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് വെച്ച് കൊടുക്കാം. ഇനി ഒരു ഡിസ്പെൻസർ വെക്കണം. നമ്മളെ ഈ ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഗ്രാസ് ബ്ലോക്ക് ഇതുപോലെ ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഡിസ്പെൻസറിനെ കറക്റ്റ് ആക്കിയാണ്ട് നമുക്കൊരു ഹോപ്പർ വെക്കണം. അതിൻ്റെ മേലെ നമുക്കൊരു ചെസ്റ്റും വെക്കണം. അതെന്തിനു വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ എല്ലാ സൈഡിലും ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റോണാണ് എടുക്കുന്നത്. എല്ലാ ഏരിയയിലും സ്റ്റോൺ വെച്ചിട്ട് 2 ബ്ലോക്ക് ഹൈറ്റ് കൂട്ടി കൊടുക്കണം. ഇനി ഈ ഭാഗത്ത് നമുക്ക് 5 ബ്ലോക്ക് ഹൈറ്റിൽ ബ്ലോക്ക് വെക്കണം. 2 3 4 5 ഇതുപോലെ ഈ സൈഡിലും ചെയ്തെടുക്കണം. 1 2 3 4 5 ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഡേർട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ വെച്ചതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു ട്രാപ്പ് ഡോർ വെക്കാം. ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ മേലെ ഭാഗത്ത് 2 ഗ്ലാസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ ഫാമിൻ്റെ പണി ഏകദേശം തീർന്ന് നമുക്കിതിൽ ഷീപ്പിനെ കൊടുന്നിടണം. അങ്ങനെ നമ്മളൊരു ഷീപ്പിനെ എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ നമുക്ക് ഈ കൂട്ടിൽ കൊടുന്നിടാം. നമ്മളെ കയ്യിൽ വീറ്റും പിടിച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് അവൻ വന്നോളൂ. ഇനി നമുക്ക് കറക്റ്റിന് ഇതിലാക്കി വെക്കണം അവനെ. നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ബ്ലോക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കറക്റ്റിന് അതിൽ വീണു. ഇപ്പോൾ കറക്റ്റിന് വീണിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ ഭാഗത്ത് ഒരു ഗ്ലോ സ്റ്റോൺ വെച്ച് കൊടുക്കാം. ഗ്രാസ് പെട്ടെന്ന് വളരാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് 3 ഐറ്റംസാണ് ആവശ്യമുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ പോലെ ഈ ബിൽഡിന് ഞാൻ ഒരു ടൈൽ ലാംപ്സ് വെക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടിട്ട് വാ.
അങ്ങനെ നമ്മളെ ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഔട്ട് ആയിട്ട് വരുന്നത്. നമുക്ക് കുറച്ചുകൂടി ഷീപ്പിനെ ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ആമാരെ നമുക്ക് മട്ടൻ അടിക്കാം. ഇതാണ് എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇതിൽ കൂടി ഇങ്ങനെ അകത്തേക്ക് കയറിയാൽ ഇവിടെ ഓരോ കൂട്ടിലായിട്ട് നമ്മൾ ഷീപ്പിനെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ 8 വീതം, നമ്മൾ 2 സൈഡിലും കൂടി 16 വെച്ചിട്ടുണ്ട്. ഈ കൂട്ടത്താളോടെ ഞാൻ എല്ലാത്തിലും ആളാക്കിയെന്നല്ല, ഒരുത്തനും കൂടി അപ്പം നമ്മൾ അതിലാക്കാനുണ്ട്. ബാക്കി എല്ലാത്തിലും ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ റൂഫിലായിട്ട് ഇങ്ങനെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ മേലേക്ക് കയറിയാലാണ് നമുക്ക് ഷിയർ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചിരിക്കുന്നത്, അതിലാണ് ഷിയർ വെക്കുക. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിൽ ഇങ്ങനെ ഷിയർ നിറച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ ഷിയർ വെക്കണം. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഫാമുള്ള രീതിയിലായിട്ട് ഒരു ബിൽഡുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വൂളും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വൂള് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ലാൻഡേണും ക്യാമ്പ് ഫയറൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ബിൽഡിനെ കാണാൻ നല്ല ഭംഗി തോന്നിക്കാൻ. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ ഭാഗവും നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ അതേ കോപ്പി തന്നെയാണ് ബാക്ക് സൈഡും. പിന്നെ നമ്മൾ ബിൽഡിൻ്റെ 2 സൈഡും ഒരുപോലെ തന്നെയാണ്. ഈ ഭാഗത്ത് നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ബിൽഡും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അൺലിമിറ്റഡ് വൂളിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നെതറൈറ്റ് മൈനിങ്ങിനൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. നമുക്ക് ബെഡ് മൈനിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.